ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ വീണ്ടും തിരിച്ച് UK എത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഐ എം ബാക്ക്. അപ്പോൾ കുഞ്ഞുണ്ട് കൂടെ. അപ്പോൾ നമ്മൾ കുഞ്ഞിനെയും കൊണ്ടിട്ട് ഫസ്റ്റ് ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ അവിടെ. അപ്പോൾ അത് ചെറിയൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒരു മെമ്മറി ആണല്ലോ. അപ്പോൾ ഞാനും ഏട്ടനും കുഞ്ഞിയും കൂടിയിട്ട് അവളുടെ ഒരു ഫസ്റ്റ് ഷോപ്പിംഗ് ഇൻ മൈൻഡ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടൻറ്റ് കേട്ടോ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. നമുക്കിപ്പോൾ വീട്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ വന്നതുകൊണ്ട് ഒരുപാട് സാധനങ്ങൾ കുഞ്ഞിക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്. പിന്നെ വീട്ടിലേക്കും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട്. സോ നമ്മൾ എന്തൊക്കെയാണ് എവിടേക്കൊക്കെ പോകും എന്നുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരാം. ലൈക്ക് മോറിസൺ, ടെസ്കോ ആൻഡ് പൗണ്ട്ലാൻഡാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇനിയിപ്പോൾ പ്ലാൻ മാറുമോ എന്നൊന്നും നമുക്ക് അറിയാൻ പാടില്ല. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. അപ്പോൾ ഇനി ഞാൻ അവിടെ ചെന്നിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അപ്പോൾ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കിപ്പോൾ മുഴുവനായിട്ട് വീഡിയോ പ്ലാൻ ചെയ്താൽ പോലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് അറിയാൻ പാടില്ല. ബട്ട് എന്നാലും മാക്സിമം ഞാൻ എടുത്തിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഓക്കെ. അപ്പോൾ നമ്മൾ പൗണ്ട്ലാൻഡിലേക്ക് പോവാണ്. അപ്പം ഇതാണ് മൈൻഹെഡ് ടൗൺ കേട്ടോ. മൈൻഹെഡിൽ ടൗണിലാണ് നമ്മുടെ ഷോപ്പുള്ളത്. ഗ്ലെൻമോർ ബേക്കറിയുടെ തൊട്ടപ്പുറത്താണ്. ഏട്ടൻ കുഞ്ഞിനെ എടുത്തിട്ട് ഇതാ നമ്മൾ പോകുന്നുണ്ട് ഷോപ്പിലോട്ട്. ഇവിടെ നല്ല ചീപ്പായിട്ടുള്ള ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. നല്ല അടിപൊളി സാധനങ്ങൾ അവൈലബിൾ ആണ്. നമ്മൾ ഷോപ്പിലേക്ക് കയറിയപ്പോഴേക്കും കുഞ്ഞിനെ കളിപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് വന്നു കേട്ടോ. പൗണ്ട്ലാൻഡിൽ നമുക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് കുഞ്ഞ് അലമ്പായി. അപ്പോൾ നമ്മൾ മോറിസണിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൈൻഹെഡിലുള്ളൊരു സ്റ്റീം ട്രെയിനാണ് കേട്ടോ. ഇത് സമ്മറിൽ മാത്രമാണ് ഈ ട്രെയിൻ ഉണ്ടാവുക. ഇതൊന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ് ഞങ്ങൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ കുറേ അടിപൊളി ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ മോറിസണിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. എനിക്കിപ്പോൾ ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ വീട്ടിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ മേടിച്ചു. പിന്നെ നമ്മളവിടെ ഈ സംഭവമൊക്കെ കൊണ്ട് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കുറച്ച് ബേബി പ്രോഡക്ട്സ് കുഞ്ഞിക്ക് മേടിക്കാനുണ്ടായിരുന്നു. പിന്നെ അതായത് കുഞ്ഞിയുടെ ഒരു ഡിറ്റർജൻ്റ് ആണ് കേട്ടോ, നമുക്ക് കഴുത്തൊക്കെ കഴുകാൻ വേണ്ടിയിട്ട്. പിന്നെ കുഞ്ഞിക്കൊരു താറാവിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുഞ്ഞിക്കൊരു താറാവിനും മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കബാബ് ഷോപ്പുണ്ട് കേട്ടോ. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടമുള്ള ഒരു കബാബ് ഷോപ്പാണ്. നല്ല അടിപൊളി കബാബ് അവിടെ അവൈലബിൾ ആണ്. അവരുടെ ഒരു ചില്ലി പെപ്പർ ഉണ്ട് അവരുടെ തരുന്ന കബാബിൻ്റെ കൂടെ. അത് സൂപ്പറാണ് കേട്ടോ. നമ്മൾ ഈ നീളത്തിലുള്ള ഒരു മിളക് ഉപ്പിലിട്ട പോലത്തെ റൈറ്റാണ്. അതെനിക്ക് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ട്. അപ്പോൾ ഏട്ടനത് മേടിക്കാൻ വേണ്ടി പോയേക്കാം. അപ്പോൾ ഞാനും കുഞ്ഞും വെയിറ്റിംഗ് ആണ് കാറിൽ. മോറിസണിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബിക്കോസ് നമുക്ക് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ള കാരണം രണ്ടും കൂടി ഒരുമിച്ച് നടന്നില്ല സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മളിതായി തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി വീട്ടിലെത്തിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പോയി വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ഒരുപാട് ടയർഡായി. ഇപ്പോൾ എന്താ പറയുക, കുഞ്ഞിനെ ഒന്ന് ഉറക്കുക. അപ്പോൾ അവിടെ ഫീഡ് ചെയ്യാണ്ടായിരുന്നു. ഒന്ന് ഉറങ്ങിയിട്ട് ഇപ്പോൾ ഒന്ന് എണീറ്റുള്ളൂ. സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വന്നപ്പോൾ തന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ടയർഡാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തായാലും മേടിച്ച കുറച്ച് ഐറ്റംസ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കുഞ്ഞിനെ വെച്ചിട്ടുള്ള ഫസ്റ്റ് ഷോപ്പിംഗ് ഇൻ UK. സോ അപ്പോൾ കുറച്ച് വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ മേടിച്ചത് കേട്ടോ. ലൈക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിൽ ഫസ്റ്റ് നമ്മളതൊരു സാൽമൺ മേടിച്ചിട്ടുണ്ട്. ഈ സാൽമൺ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കൊച്ചിയിൽ കിട്ടും. മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത് അവൈലബിൾ ആണോ എന്ന് എനിക്കറിയില്ല. കൊച്ചിയിൽ ആ ഫിഷ് മാർക്കറ്റ് അവരുടെ ആ ഇതിലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഏട്ടൻ എന്നോട് പറയുന്നത് നമ്മളവിടെ എല്ലായിടത്തും ഇത് അവൈലബിൾ അല്ല. ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളൊരു ഫിഷാണ് കേട്ടോ. അത് 4.33 pounds ആണ് അതിന് വരുന്നത്, സാൽമൺ. ആൻഡ് പിന്നെ നമ്മൾ സ്റ്റേക്ക് ഇത് 2 മേടിച്ചിട്ടുണ്ട്. ബീഫ് വരട്ടി കൊണ്ടുവരുന്നത് എനിക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ലഗേജിൽ സ്ഥലമില്ലാത്തതുകൊണ്ട് ഞാൻ അത് നൈസായിട്ട് ഒഴിവാക്കി. അപ്പോൾ ഞാൻ അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി വന്നപ്പോൾ തന്നെ ഇത് മേടിച്ചതാണ്. പിന്നെ നമ്മുടെ ബേക്കൺ, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് എന്താ പറയുക, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് തന്നെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റാത്ത ദിവസങ്ങളിലൊക്കെ ഞാനിവിടെ മുന്നേ ഡെലിവറിക്കൊക്കെ പോകുന്നതിന് മുന്നേ ഇത് കൂടുതൽ മേടിച്ച് വയ്ക്കും. അപ്പോൾ ഇത് 2 അടിച്ച് കുറച്ച് ബ്രെഡ് ടോസ്റ്റ് എന്തെങ്കിലുമൊക്കെ അടിച്ച് പോവും. അടിപൊളിയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഐറ്റമാണ് കേട്ടോ. ഇറ്റ്സ് ടേസ്റ്റി. പിന്നെ നമുക്ക് വരുന്നത് 2 യോഗട്ട്. ഇതൊരു മുള്ളറിൻ്റെ ലൈറ്റ് ഗ്രീക്ക് സ്റ്റൈൽ സ്മൂത്ത് കോക്കനട്ട് ആൻഡ് വാനില. നല്ല ഒരു യോഗട്ടാണ്. എനിക്ക് യോഗട്ട് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ അടിപൊളിയാണ് സാധനം. ആൻഡ് എൻ്റെ ഫേവറേറ്റ് ചീസ് ഫിലാഡൽഫിയയുടെ. ഇത് നല്ല അടിപൊളി ലൈറ്റ് വെയ്റ്റ് ചീസാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചീസാണ്. അപ്പോൾ ഒരു ചീസ് മേടിച്ചിട്ടുണ്ട്. ലൈക്ക് ഇനി വേണമെന്നതിലൊക്കെ ഉണ്ടാക്കി നമുക്കിങ്ങനെ വീട്ടിൽ തന്നെ പേഴ്സണലി കുക്ക് ചെയ്ത്, ഏട്ടൻ അല്ലെങ്കിലും കുക്ക് ചെയ്യുന്നുണ്ട്. ഏട്ടൻ അടിപൊളിയായിട്ട് കുക്ക് ചെയ്യണതാണ്. ഏട്ടൻ കുക്ക് ചെയ്തിട്ട് തന്നെയാണ് കഴിക്കാറൊക്കെ. പക്ഷേ ഞങ്ങളില്ലാത്ത കാരണം സ്പെഷ്യൽസ് ഒന്നും ഉണ്ടാക്കാറില്ല. ഇത്തിരി എന്താ പറയുക, ജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം
ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പോകണം. കാരണം ഫുൾ ഷിഫ്റ്റും കാര്യങ്ങളും ഒരു എൻജോയ്മെന്റ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പം ഞാൻ വന്നതോടുകൂടി ഫുൾ ഞാൻ വരുമ്പോഴാണ് ഈ വക സാധനങ്ങളൊക്കെ മേടിച്ച് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. ഇറ്റ്സ് ബട്ടർ. പിന്നെ ഏട്ടൻ എന്തോ ഒരു മേടിച്ചിട്ടുണ്ട്, എക്കോ ഫോൾസിന് ഒരു ഫ്രൂട്ട് ഫ്യൂഷൻ സമ്മർ ബെറീസ് എന്ന് പറഞ്ഞിട്ടൊരു ഇതെന്തോ വൈനാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ്. ഇപ്പോൾ ഫീഡിങ് ആയതുകൊണ്ട് ആൽക്കഹോൾ ഒന്നും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതിൻ്റെ നല്ല വിഷമമുണ്ട് എനിക്കിപ്പോൾ. സാരില്ല, അഡ്ജസ്റ്റ് ആവും. ആൻഡ് അടുത്തതെന്ന് പറയുന്നത് ഒരു ചോക്ലേറ്റ് ഫ്രഷ് ക്രീം ഫഡ്ജ് സ്പോഞ്ച് കേക്ക്. ഇത് നല്ലൊരു കേക്കാണ് കേട്ടോ. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ UK അല്ല പരമാവധി മോസ്റ്റ് ഓഫ് ദ കേക്ക്സ് നമ്മൾ ഈ മോറിസണിലായാലും ടെസ്കോയിലായാലും കിട്ടുന്ന കേക്കുകളൊക്കെ 10 പൈസയ്ക്ക് കൂടില്ല. അതിൽ ചില കേക്കുകൾ ഇതുപോലത്തെ ചില കേക്കുകളൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും ചില സമയത്ത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇവരുടെ ടേസ്റ്റ് കേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കേക്കിൻ്റെ അത്ര ഒരു ടേസ്റ്റ് ഒന്നുമില്ല. പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം തമ്മിൽ ഏതെന്ന് എന്ന് പറയുന്ന പോലെ ഈ ഒരു കേക്ക് നല്ലതാണ് കേട്ടോ. ഫ്രഷ് ക്രീം സ്പോഞ്ച് കേക്കാണ്. ഇതുപോലത്തെ ഒരു ഫഡ്ജ് കേക്കിൻ്റെ കേസായിട്ടും പറയുന്നുണ്ടായിരുന്നു, അത് നല്ലതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് കിട്ടാണെങ്കിൽ മേടിച്ചിട്ട് അടുത്ത വീഡിയോ ചെയ്യാം. ഇതിന് 3 പൗണ്ടാണ്. 3 പൗണ്ടിൻ്റെ കേക്ക് കണ്ട കോമഡി. ഇതിൽ ഞാൻ ചെറിയൊരു ബിസ്ക്കറ്റ് വന്നപ്പോൾ തന്നെ വെച്ചപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഗ്രോസറി ഐറ്റംസ് ഒരുപാട് മേടിച്ചിട്ടുണ്ട് നമ്മുടെ ഈ തക്കാളി സാധനങ്ങളൊക്കെ ആയിട്ട്. അതൊക്കെ ഇതിനെ കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കാണിക്കാത്ത ഇനി വേറെ എന്തൊക്കെയാണ് മേടിച്ചതെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ഓക്കെ, കളിക്കാൻ വേണ്ടി കുറച്ച് ടോയ്സ് മേടിച്ചിട്ട് ഏട്ടൻ കയറുന്ന കടയിൽ നിന്ന് ഓരോ സാധനം മേടിക്കുക പ്രായം കളിക്കാൻ വേണ്ടി. ഇങ്ങനത്തെ എന്തൊരു സാധനം ഇത് പാട്ടൊക്കെ കേൾക്കും. ഇതൊരു താറാവ്. ഇത് ഞങ്ങൾ താറാവെന്ന് വിളിക്കട്ടെ. കുഞ്ഞ് എപ്പോഴും ഇങ്ങനെ ഞെരിഞ്ഞ് പിരിയും. അപ്പോൾ ശരിക്കും താറാവിൻ്റെ മഴയാണ് കാണാം. അപ്പോൾ നമ്മൾ താറാവ് പറയും. അപ്പോൾ താറാവ് ഇങ്ങനെ തപ്പി നടന്നൊരു താറാവിനെ കിട്ടി. പിന്നെ ഒരു ചെറിയ ഇവനേതാണെന്നൊന്നും എനിക്കറിയില്ല. ഇതെന്താ സാധനം, ഇവനാരോ ആണ്. അങ്ങനെ ടോയ്സ് കൊച്ചിന് വേണ്ടി കുറച്ച് സ്നേഹനിധിയായ ഭർത്താവ് എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് മേടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇതെൻ്റെ ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. ലൈക്ക് എൻ്റെ ഗാലക്സി. പിന്നെ കിൻഡർ. ഈ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഞാനത് വേണ്ടാന്ന് പറഞ്ഞതായിരുന്നു അടുത്ത്. ലാസ്റ്റ് ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാൻ കവർ നോക്കിയപ്പോൾ ഈ സാധനങ്ങളിരിക്കും. എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു ചേട്ടാ. പിന്നെ കോൺഫ്ലേക്സും നെക്സ്ക്വിക്കിൻ്റെ ഈ ഒരു എന്താ പറയുക ബോൾസ്, ചോക്കോ ബോൾസ്, ഇത് നമ്മൾ പാലിൻ്റെ കൂടെ കഴിക്കുന്ന ഒരു ഐറ്റമാണ്. ആൻഡ് പിന്നെ നമ്മളുടെ കോൺഫ്ലേക്സ് ഞാൻ ഓൾറെഡി ഇതിന് ടിന്നിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനം വെച്ചിട്ടുണ്ട്. ആൻഡ് പിന്നെ നമുക്കുള്ളത് ഇത് ഇപ്പോൾ UK അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷന് വേണ്ടി ഞാൻ പറയുന്നതാണ്. ലൈക്ക് നമ്മളിവിടെ ഓൾറെഡി ഉള്ളവർക്കൊക്കെ ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നതാണ്. ബിക്കോസ് ഇത് എല്ലാ ടെസ്കോ സ്റ്റോഴ്സിലും എല്ലാ പൗണ്ട് ലൈനിലും ഒക്കെ ഇത് അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ പൗണ്ട് ലൈനിൽ നിന്ന് മേടിച്ചതാണ്. ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻഡിയാണ് കേട്ടോ. നമുക്ക് ഇങ്ങനെ കുറേ ക്യാൻഡീസ് ഉണ്ടാവും. നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റും ക്യാൻഡീസ്. എന്നിട്ട് ഈ ഒരു ഒറ്റ ബോക്സിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 1.50 pounds ആണ്. 1.5 pound സംതിങ് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ക്യാൻഡീസൊക്കെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്ത് ഇടാൻ പറ്റും. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ കുറേയൊക്കെ തിന്നു. ഇപ്പം ഇങ്ങനെയാണ് ക്യാൻഡീസ് വരുന്നത്. ഇത് നല്ലതാണ്. നല്ല തെച്ചേഴ്സിൻ്റെ ആപ്പിൾ ബ്ലാക്ക് കറന്റ് സൈഡർ. ഈ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എനിക്ക് എന്തായാലും ഇപ്പം മുഴുവനായിട്ട് പറ്റത്തില്ല, ബിക്കോസ് ഫീഡിങ് ആണ്. 2 for 2 pounds. സോറി 2 for 4 pounds. ഈ ട്വിഗ്ലെറ്റ്സും പിന്നെ ജസ്റ്റ് ചെഡാറിൻ്റെ ബിസ്ക്കറ്റ്സ് 2 ഞാൻ 2 സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമല്ലോ എന്ന് വെച്ചിട്ട് 2 മേടിച്ചിട്ടുണ്ട്. സം ചെറീസ്, കുറച്ച് ചെറീസും കുറച്ച് സ്ട്രോബെറീസും മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഫ്രൂട്ട്സ് ഇഷ്ടമാണ് കഴിക്കാൻ. ഞാനിപ്പോൾ നല്ലോണം ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. എനിക്ക് പണ്ട് ഫ്രൂട്ട്സ് കഴിക്കാൻ വരെ മടിയായിരുന്നു, അമ്മ തല്ലി തീറ്റണം. പക്ഷേ ഇപ്പം ഞാൻ നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കും. പക്ഷേ എനിക്ക് ഇവിടുത്തെ ഫ്രൂട്ട്സ്, നമ്മുടെ നാട്ടിലത്തെ ഫ്രൂട്ട്സിനൊക്കെ കുറച്ചൊരു ഇവിടുത്തെ ഫ്രൂട്ട്സിൽ ചിലതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവിടുത്തെ ബനാനയൊക്കെ വളരെ ഊളപ്പഴമാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ പഴമാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ സൂപ്പർ. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതൊക്കെ ഇവിടുത്തെ രസമാണ് കേട്ടോ, എനിക്കിഷ്ടമാണ്. പിന്നെ അതാ ഒരു ചെറിയ കുപ്പി ഫാൻറ്റ, പിന്നെ കുറച്ച് മുന്തിരി, ഉണക്കമുന്തിരി, പിന്നെ കുറച്ച് സ്പ്രെഡും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത്. ചെറിയൊരു വ്ളോഗാണ്. ലൈക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഈ ഒരു വീഡിയോസ് ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്ത് നമ്മളൊരു വീഡിയോ പോലെ ഇടുമ്പോൾ ലൈക്ക് ആരും കണ്ടില്ലെങ്കിൽ പോലും നമ്മൾ കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ തന്നെ ഈ ഒരു വീഡിയോസ് വീണ്ടും കാണുമ്പോൾ ലൈക്ക് നമുക്ക് വളരെ ഹാപ്പി ആയിരിക്കും. ഇങ്ങനെയൊക്കെ അന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയല്ലേ സ്പെൻഡ് ചെയ്തേ എന്നുള്ളതൊക്കെ കാണുമ്പോൾ ഒരു മെമ്മറിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. യൂട്യൂബിൽ നമ്മൾ വീഡിയോസ് ഉണ്ടാക്കി ഇടുമ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ മോണിറ്റൈസ് ആയാലും ആവാത്തവരാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ആരും കണ്ടാലും കണ്ടില്ലെങ്കിലും നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കൊരു മെമ്മറിയാണ് കേട്ടോ. അത് ഒരു പീസ് ഓഫ് അവർ എന്താ പറയുക, നമ്മുടെ ലൈഫിൻ്റെ ഒരു പീസ് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഇറ്റ്സ് നൈസ്. അപ്പോൾ എന്താ പറയുക,
ആരും കണ്ടില്ലെങ്കിലും നമ്മൾ വീഡിയോസ് ഞാൻ ഇനിയിട്ടുകൊണ്ടിരിക്കും. നമ്മുടെ കൂടുതൽ ഡെയിലി ലൈഫ് ബ്ലോഗ്സാണ് ഞാൻ ഇപ്പോൾ ചെയ്യാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ ഷോപ്പിങ്ങും പരിപാടികളും കാര്യങ്ങളും കേട്ടൊക്കെ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.